Audio Jungle. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം രണ്ടാമത്തെ യൂണിറ്റിലെ അടുത്ത പാഠഭാഗമാണ്. വാവ ജീവനെ കാക്കുന്നു. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് എഴുതിയിരിക്കുന്നത് ശ്രീ വീരാൻകുട്ടി. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഇഷ്ടം എന്നൊരു ചിത്രകഥ പഠിച്ചു. അവിടെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ. അപ്പോൾ ലോകത്തെ മുഴുവൻ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ഫസ്റ്റ് പാഠഭാഗത്തിൽ കണ്ടു. അതുപോലെ വേറൊരു കുട്ടിയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാവ ജീവനെ കാക്കുന്നു. ആകാശമാകെ ഇരുൾ പരന്നു, ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു. വാവയ്ക്ക് കണ്ടു മിഴി നിറഞ്ഞു. അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ. കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകളെന്തു ചെയ്യും? പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു. അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു. പുള്ളിക്കുടയൊന്നുടനെ വേണം. അമ്മ നിവർത്തി നിലത്തു വച്ചു. ജാലകവാതിലിലൂടെ നോക്കി. വാവ വിളിക്കുകയായി വാവ. ആ വിളി കേട്ട പാടോടി വന്നു മാനും അണ്ണാനും മയിലുമെല്ലാം. ചുട്ടെരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, പൊള്ളുമാകാശ ചരിവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു. അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു. എല്ലാവരോടും ഇണങ്ങി വാവ മാമു കൊടുത്ത് ഉറക്കി വാവ. ഒപ്പമുറങ്ങുകയായി വാവ. അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. ഇനിയുള്ള ദിവസങ്ങൾ എന്ന വീരാൻകുട്ടിയുടെ കവിതയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണിത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതിലും ഭംഗിയായിട്ട് കൂട്ടുകാർക്ക് പാടാൻ കഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ പാടുക. ഇതെനിക്കറിയുന്ന പോലെ ചെറുതായി ഒന്ന് ശ്രമിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ വാവ എന്നുള്ളത് ആ കുട്ടിയുടെ പേരാണ് കേട്ടോ. അപ്പോൾ വാവ എന്ത് ചെയ്യാണ്? മഴയായ സമയത്ത് മഴ പെയ്യുമ്പോൾ ഒരു ദിവസം അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. എന്തിനാണ് അവൾക്ക് സങ്കടം വന്നത്? അവളുടെ കൂട്ടുകാരായിട്ടുള്ള മാനും മയിലും പ്രാവും എല്ലാം പുറത്ത് എന്ത് ചെയ്യുന്നു? മഴ കൊണ്ട് നിൽക്കുന്നു. അവരുടെ കൂട് മഴയത്ത് വീണുപോയാൽ അവരുടെ കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ടെൻഷൻ ആ കുട്ടിക്കുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് അവൾ ചെയ്യുന്നത് എന്താണ്? അവളുടെ അമ്മയോട് അവൾ വാശി പിടിച്ച് കരയുവാണ്. എന്തിനാണ്? ഒരു കുട വേണോ എനിക്ക്? അങ്ങനെ അമ്മ കുട കൊണ്ട് കൊടുക്കുന്നു. ആ കുട അവൾ എന്ത് ചെയ്യുന്നു? നിവർത്തി ഉമ്മറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്? എല്ലാവരെയും വിളിക്കുവാണ്. അവളുടെ വിളി കേട്ട പാട് തന്നെ മാനും അണ്ണാനും ഒക്കെ എന്ത് ചെയ്തു? ഓടി കുടക്കീഴിൽ വന്ന് വരി വരിയായിട്ട് നിന്നു. വന്നു നിൽക്കുന്ന എല്ലാ ജീവികളോടും വാവ ഒരുപോലെ പെരുമാറി. എല്ലാവർക്കും അവൾ ചോറ് കൊടുത്തു. മാമു എന്ന് പറഞ്ഞാൽ ചോറാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളോട് പറയുന്ന കേട്ടില്ലേ, മാമു കഴിക്കണ്ടേന്ന്. അപ്പോൾ ഇവിടെ ചോറ് കൊടുത്തു. എന്നിട്ട് അവരെല്ലാവരെയും വാവ എന്ത് ചെയ്തു? ഉറക്കി. എന്നിട്ട് അവളും അവളുടെ കൂടെ ഉറങ്ങി. അങ്ങനെ ഇവൾ എന്ത് ചെയ്യുവാണ്? ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്വപ്നമായിട്ട് അവൾ കാണുകയാണ്. എന്നിട്ട് ആ സ്വപ്നത്തിൽ അവൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ചിരിക്കുന്നു. കാരണം അവൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണല്ലേ. നല്ല ഭംഗിയായിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ കൂടെ അല്ലെങ്കിൽ സഹജീവികളെയും ഒരുപോലെ നിർത്തി സ്നേഹിച്ചു.
അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്. ഒരു ജീവികളെയും ഉപദ്രവിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കവിത വരുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഇതിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിവിടെ വാവ എന്ന് പറഞ്ഞു അല്ലേ. ആദ്യത്തെ വരികളിലെല്ലാമുള്ള വാവ എന്താണ്? ആ കുട്ടിയുടെ പേരാണ്. അതുപോലെ തന്നെ കുറച്ചിങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടും കുടിയും നിലത്ത് വീണാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വാവ എന്താണ്? അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള മീനിങ് ആണ്. അതുപോലെ തന്നെ കുട നിവർത്തി വെച്ചിട്ട് അവൾ വാവ എന്ന് വിളിച്ചു അല്ലേ, വാവ എന്ന് വിളിച്ചു. ആ വാവ എന്താണ്? ഇങ്ങോട്ടേക്ക് വരൂ എന്നാണ്. അപ്പോൾ ഇവിടെ വാവ എന്നുള്ള ഒരേ വാക്കിനെ തന്നെ 3 തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കുട്ടിയുടെ പേരായിട്ട് പറയുന്നു, ഒന്ന് കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി പറയുന്നു, മൂന്നാമതായി ആളുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതിനായിട്ട് പറയുന്നു. ക്ഷണിക്കാനാണ് നമ്മൾ വരൂ അല്ലെങ്കിൽ വാ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് നമ്മളവിടെ വാവ എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അതെല്ലാവരും ഓർത്ത് വയ്ക്കണം കേട്ടോ, മറന്നു പോകരുതേ. ഇനി നോക്കൂ, ഒന്നാമത്തെ ചോദ്യം. ടീച്ചർ ദ്വീപ് കളി പരിചയപ്പെടുത്തിയല്ലോ. കളിയെപ്പറ്റി ചർച്ച ചെയ്യൂ, കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കൂ. ഈ കളിയെപ്പറ്റി നിങ്ങൾക്ക് ടീച്ചർ അവിടെ പറഞ്ഞു തരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ത്രില്ല് കളയുന്നില്ല. അപ്പോൾ ദ്വീപ് കളി എന്താണെന്ന് പരിചയപ്പെടുത്തി അതിൽ നിന്നും നിങ്ങൾ ഈ കവിതയെ എന്ത് ചെയ്യാനാണ്? ആലോചിച്ചുകൊണ്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യവും 3ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഏതോ ഒരു കവിതയുമായിട്ട് അതിൻ്റെ താളവുമായിട്ട് ഈ കവിതയ്ക്ക് എന്തുണ്ട്? ഒരു സാമ്യമുണ്ട്. അപ്പോൾ ആ കവിത ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം കൂട്ടുകാർ തന്നെ ചെയ്യേണ്ടതാണ്. അതിൻ്റെ കവിത ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അപ്പോൾ നിങ്ങളവിടെ ആലോചിക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊന്ന് പാടി നോക്കി, അല്ലെങ്കിൽ നിങ്ങളിതിൻ്റെ ട്യൂണ് വേറെ രീതിക്കാണെങ്കിൽ അത്തരത്തിൽ പാടി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ കവിത ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. 3ാമത്തെ ചോദ്യം നോക്കൂ. വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട്. ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? നമുക്ക് ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. വീട് വലുതാവുന്നു എന്ന കഥ ഭൂമി മനുഷ്യരുടേത് മാത്രമല്ല എല്ലാവരുടേതുമാണ് എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ എല്ലാവരുടേതുമായ ഭൂമിയിൽ എല്ലാവർക്കും അവരവരുടേതായ വാസസ്ഥാനങ്ങളുണ്ട്. മനുഷ്യർ മറ്റു ജീവജാലങ്ങളുടെ താമസ സ്ഥലങ്ങൾ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ താമസ സ്ഥലം നഷ്ടപ്പെട്ട ജീവികളെയാണ് ഇവിടെ വാവ വിളിച്ചു കൂട്ടുന്നത്. ഇങ്ങനെ നമുക്കിതിന് ഉത്തരം കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് പലർക്കും വീട് നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ EVS പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം അതുപോലെ ഇവിടെ വാവ എന്താ പറഞ്ഞത്? മഴയത്ത് വീട് പോയ കിളികളെയാണ് എന്ത് ചെയ്യുന്നത്? അവൾ വിളിച്ച് അവളുടെ കൂട്ടിലേക്ക് വരുത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്കെഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. അപ്പം നമുക്ക് കത്ത് നോക്കാം. നമ്മൾ കത്തെഴുതുമ്പോൾ ആദ്യം സ്ഥലവും ഡേറ്റും എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ പഞ്ചവൻകാട് 14/6/2025 എന്നൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? പക്ഷേ ദുഃഖവും നിരാശയും തളം കെട്ടി നിൽക്കുന്ന ദുരന്തമുഖത്തു നിന്നാണ് ഞാനിപ്പോൾ ഈ കത്തെഴുതുന്നത്. മനുഷ്യർ സൃഷ്ടിച്ച ഭയാനകമായ കാട്ടുതീയിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട ഒരാനയാണ് ഞാൻ. തലമുറകളായി ഞങ്ങൾക്ക് അഭയമായിരുന്ന കാട് ഇന്നൊരു കനൽ കൂമ്പാരം മാത്രമാണ്. മരങ്ങൾക്കിടയിലൂടെ തീജ്വാലകൾ അലറി വരുന്നതായിരുന്നു തുടക്കം. കട്ടിയുള്ള പുക അന്തരീക്ഷത്തിൽ നിറഞ്ഞു. പക്ഷികൾ പറന്നുയരാൻ ശ്രമിച്ചു. മൃഗങ്ങൾ പരിഭ്രാന്തിയോടെ എല്ലാ ദിശകളിലേക്കും ഓടി. ഞങ്ങൾക്ക് ശ്വാസം മുട്ടി. ഞാനും കൂട്ടുകാരും ഓടി രക്ഷപ്പെടാൻ പാടുപെട്ടു. ഞങ്ങളിൽ ചിലർ മാത്രം കാടിന് പുറത്തെത്തി. കാട് മരങ്ങളുടെ വെറുമൊരു കൂട്ടമല്ല, അത് ഞങ്ങളുടെ വീട് കൂടിയാണ്. അത് നശിക്കുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഒരിടവുമില്ലാതെയാകുന്നു. കാടുവിട്ട് നാട്ടിലിറങ്ങുന്ന എൻ്റെ കൂട്ടുകാരെ പറ്റിയുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും ഞങ്ങളെ ആട്ടിപ്പായിക്കുന്നു. ഞങ്ങളുടെ വാസസ്ഥലം കയ്യേറുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നാട്ടിലിറങ്ങേണ്ടി വരുന്നത്.
സ്വസ്ഥമായി ഞങ്ങളുടെ ഇടങ്ങളിൽ ജീവിക്കാൻ അനുവദിച്ചാൽ ഇവിടം വിട്ട് ഞങ്ങൾ ആരും എവിടേക്കും വരില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കരുതേ. വനങ്ങൾ സംരക്ഷിക്കാനും അത് നശിപ്പിക്കുന്നവരെ തടയാനും എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കാനും നിങ്ങൾക്ക് കഴിയണം. ഞങ്ങളും ഈ ലോകത്തിൽ നിലനിന്നു പോവാൻ നിങ്ങൾ സഹായിക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടെ കത്തു നിർത്തട്ടെ. സ്നേഹപൂർവ്വം, ചിന്നനാന, പഞ്ചവൻകാട്. ഇനി അവസാന ചോദ്യം നോക്കാം. മറ്റുള്ളവർക്കായി എന്ന രചന ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ. ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മറ്റുള്ളവർക്കായി എന്നുള്ള രചന ഏതാണെന്നല്ലേ. അത് നിങ്ങൾക്ക് ടീച്ചർ എന്ത് ചെയ്യും, സ്കൂളിൽ പറഞ്ഞു തരും. ഒരു കുറിപ്പാണ്. മണ്ണെഴുത്ത് എന്ന് പറഞ്ഞ ഒരു മാസികയിൽ വന്നിട്ടുള്ള ഒരു കുറിപ്പാണത്. അവിടെ ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭോപ്പാൽ ദുരന്തം നമ്മൾ കേട്ടിട്ടുണ്ട്. വിഷവാതകം ശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ മരിച്ചുപോയ ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ആ ഒരു ദിവസത്തിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ, അവിടെ എല്ലാവരും ഉറങ്ങുന്നൊരു സമയത്താണ് ഈ ദുരന്തം നടക്കുന്നത്. അപ്പോൾ അവിടെ വിഷവാതകം അങ്ങനെ പടർന്നു പിടിക്കുന്ന സമയം എന്ന് വെച്ചാൽ രാത്രിയാണ്, എല്ലാവരും ഉറക്കത്തിലാണ്. അന്നേരം ആളുകളെ ഉണർത്താനും ഈ വിവരം പറയാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റേഷനിലുള്ള എല്ലാവരും ഇതിൽ പേടിച്ച് ഇറങ്ങി ഓടിയപ്പോഴും ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്യുകയാണ്, ഓരോരുത്തരെയായി വിളിച്ച് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക, അതാ ഇങ്ങനെ ഒരു അപകടം വരുന്നുണ്ട്, എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടൂ എന്നുള്ള രീതിക്ക്. അങ്ങനെ അദ്ദേഹം ഈ വിഷപ്പുക അങ്ങനെ ശ്വസിച്ചിട്ട് ലാസ്റ്റ് മരണത്തിലേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മറ്റുള്ളവരെ മരണത്തിലേക്ക് വിടാതെ സ്വയം എന്ത് ചെയ്യാനാണ്, സ്വയം മരണത്തിന് കീഴടങ്ങിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അവിടെ പ്രതികരിച്ചത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ വാവയും എന്ത് ചെയ്തിട്ടുള്ളത്, പ്രതികരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം ഇങ്ങനെ കൊടുക്കാം. ജീവൻ അപായമുണ്ടാകുമെന്നറിഞ്ഞിട്ടും സഹജീവികളെ രക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നവരെയാണ് കുറിപ്പിലും ചിത്രത്തിലും കാണുന്നത്. വിഷവായു അന്തരീക്ഷത്തിൽ പടരുമ്പോഴും മറ്റുള്ളവരെ രക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകാനായി അവിടെയിരുന്ന് മരണം വരിക്കുന്ന ആളെയാണ് കുറിപ്പിൽ പരാമർശിക്കുന്നത്. അതാ സ്റ്റേഷൻ മാസ്റ്ററെയാണ് കേട്ടോ. നായ ഉപദ്രവിക്കുമെന്നറിഞ്ഞിട്ടും അതിൻ്റെ കഴുത്തിൽ കുടുങ്ങിയ കലം വലിച്ചൂരി മാറ്റി നായയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളാണ് ചിത്രത്തിലുള്ളത്. ഇപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് വാവേനെയും കൂട്ടുകാരെയും കാണാം. അവരെന്ത് ചെയ്യുവാണ്, നായയുടെ കഴുത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു കലം വലിച്ചൂരുവാണ്. അത് പക്ഷേ വലിച്ചൂരി കഴിഞ്ഞാൽ നായ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചുകൂടായികയില്ല. അപ്പോൾ എന്നിട്ടും എന്ത് ചെയ്യുന്നു, ആ കുട്ടികൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പ് അപകടകരമായ അവസ്ഥകളിൽ ആണെങ്കിലും മറ്റു ജീവനോടുള്ള കരുതലാണ് ഇവ രണ്ടിലും കാണുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മറ്റുള്ളവർക്കായി എന്ന കുറിപ്പിലും സ്റ്റേഷൻ മാസ്റ്റർ മരിക്കുമെന്ന് ഉറപ്പായിട്ടും ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരെയായി വിളിക്കുന്നു. ഇവിടെ നായ ഉപദ്രവിക്കുമെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുന്നു, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കവിതയ്ക്കകത്ത് പഠിക്കാനുള്ളത്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ എല്ലാവരോടും കരുണയോടെ പെരുമാറുക എന്നുള്ളൊരാശയമാണ് നമ്മൾ ഈ കവിതയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നേടിയെടുക്കുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.